ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് പലർക്കും അറിയില്ല. എങ്ങനെയാണ് പ്രോപ്പറായിട്ട്, എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ടൈം ഇല്ല എന്ന് ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് പാരൻസും കൺസേൺ പറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. സോ എന്തുകൊണ്ടാണ് നമുക്ക് ടൈം ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മളുടെ ടൈം എവിടേക്കോ വേസ്റ്റ് ആയി പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ വിഷയം വരുന്നത്. സോ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റഡിയിൽ എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് 1-2 ടെക്നിക്സ് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഒക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടെക്നിക്സുകൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എ സ്കിൽ, നോട്ട് എ ടാലൻറ്റ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല. ആക്ച്വലി ഇതെന്താണ്, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ആ സ്കിൽ എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിവൺ ക്യാൻ ലേൺ ആൻഡ് ഇംപ്രൂവ് ഇറ്റ് വിത്ത് റൈറ്റ് ടെക്നിക്സ് ആൻഡ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. അതായത് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് മൂലം മാത്രമേ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ടൈം മാനേജ്മെന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും കിട്ടുന്നത് 24 മണിക്കൂറാണ്, നിങ്ങൾക്കും കിട്ടുന്നത് 24 മണിക്കൂറാണ്. പക്ഷെ ആ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തുന്നത്. ഇനി ഇറ്റ്സ് അബൌട്ട് ചോയ്സസ്. എപ്പോഴും എന്താണ്, ചോയ്സസ് ആണ്. യു കാൻ ക്രിയേറ്റ് മോർ ടൈം. നമുക്ക് ഒരിക്കലും ടൈം മോർ ആയിട്ട് ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ ചോയ്സസ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബട്ട് യു ക്യാൻ ഡിസൈഡ് ഹൗ ടു യൂസ് വാട്ട് യു മോർ ഇൻറ്റൻഷനലി. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ടൈമിൽ യൂട്ടിലൈസ് ചെയ്യണം. ആ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യണം. സോ അതുപോലെ തന്നെ ഇറ്റ് ഈസ് അബൌട്ട് എനർജി ടു. അതായത് എഫിഷ്യൻറ്റ് ടൈം മാനേജ്മെൻറ്റ് അലൈൻസ് ടാസ്ക് വിത്ത് യുവർ പീക്ക് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എനർജി ലെവൽസ്. അതായത് നിങ്ങളുടെ ടൈം എപ്പോഴും നിങ്ങൾ സ്റ്റഡിക്ക് വേണ്ടി മാറ്റിവെക്കാൻ, നിങ്ങൾ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈം ആയിരിക്കണം നിങ്ങൾ സ്റ്റഡിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. അതിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആയിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ എനർജി അവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്. അതായത് നമുക്ക് എനർജി കുറവ് അല്ലെങ്കിൽ എനർജി കൂടുതലായുള്ള സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം സ്ട്രെസ് ഉണ്ടാവില്ല. ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ വാട്ട് ഈസ് ടൈം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഹൗ ടൈം വിൽ മാനേജ്, അല്ലെങ്കിൽ ടൈം എന്തുകൊണ്ടാണ് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അത് ഈ 2.5 ഹവേഴ്സ് അല്ലെങ്കിൽ 2.5 ഹവേഴ്സ് നമുക്ക് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്, ഇൻ്ററപ്ഷൻസ് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് ലോസ്റ്റ് ആവുന്നുണ്ട്. 2.5 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെയിലി കണക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആവുന്നുണ്ട്. ഇതിൽ കൂടുതലുണ്ടാവും കേട്ടോ, ഇതിൽ കൂടുതലുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മൾ പറയും ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് പെർട്ടിക്കുലർലി ഇപ്പം ബോർഡ് എക്സാംസും അങ്ങനെയുള്ള എക്സാംസിലേക്കൊക്കെ അവർ കടക്കാൻ പോവാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം ഈ ഒരു ചാപ്റ്റർ പഠിക്കണം, അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഈ ഒരു ചാപ്റ്റർ പഠിക്കണം. പക്ഷെ അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കും. പക്ഷേ 41% സ്റ്റഡി പറയുന്നത് 41% ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടു ഡു ലിസ്റ്റ് എന്ത് ചെയ്യാറില്ല, പകുതി പോലും എന്ത് ചെയ്യാറില്ല, കംപ്ലീറ്റ് ചെയ്യാറില്ല. അപ്പം 41%ആണോ നിങ്ങളൊന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 24 മിനിറ്റ് എന്ത് ചെയ്യും, 23 മിനിറ്റ് അല്ലെങ്കിൽ 23 മിനിറ്റ്സ് ടു റീഗെയിൻ ഫോക്കസ് ആഫ്റ്റർ ആൻ ഇൻട്രപ്ഷൻ. അതായത് നിങ്ങൾക്കൊരു ഇൻട്രപ്ഷൻ, അതായത് സ്റ്റഡിയിലാവട്ടെ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കൊരു ഇൻട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ 23 മിനിറ്റ് എടുക്കും അതിൽ നിന്ന് നിങ്ങളൊന്ന് റീഗെയിൻ ചെയ്ത് വരാൻ. സോ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ ഒരു ഇൻട്രപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്ക് 23 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അഡീഷണലി മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3x മോർ പ്രൊഡക്റ്റീവ് വിത്ത് സ്ട്രക്ചേർഡ് ടൈം ബ്ലോക്സ്. അതായത് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 മടങ്ങ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 3x ഗ്രോത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതാണ് അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പേര് ട്രൈ ഔട്ട് ചെയ്യുന്ന, ഈവൻ ദോ ഒരുപാട് ടോപ്പേഴ്സ് വരെ ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റിൽ പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്താണ് പൊമഡോറോ ടെക്നിക്ക് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ടാസ്ക് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആ ടാസ്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ അതിനെന്ത് ചെയ്യണം, ആ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ടൈമിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 25 മിനിറ്റ് അതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ആയിരിക്കണം. ആ ഒരു ടൈമിൽ നിങ്ങൾ മൊബൈൽ ഫോൺസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇൻട്രപ്ഷൻസോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടേക്ക് ഉണ്ടാവരുത്. ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക്. ആ ഒരു ടാസ്കിൽ എന്ത് ചെയ്യണം, 25 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം,
കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഫോക്കസ്ഡ് ആയിരിക്കണം. ആ 25 മിനിറ്റ് കംപ്ലീറ്റ് ഫോക്കസിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 5 മിനിറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്രേക്ക് ആയിരിക്കണം. വേറൊരു കാര്യങ്ങളും എന്ത് ചെയ്യരുത്, അതിൽ നിങ്ങൾ നോക്കരുത്. ഈ ഒരു ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള ഒരു 5 മിനിറ്റ് ആണ്. ഈ 5 മിനിറ്റിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും എന്ത് ചെയ്യുക, 25 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ ഇരിപ്പിൽ പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പഠിക്കുകയാണെങ്കിലും എന്ത് ടാസ്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ 25 മിനിറ്റ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. ദെൻ ഇതൊരു 4 സൈക്കിളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു 4-5 സൈക്കിളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഫ്റ്റർ 4 റൗണ്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, 15 to 30 മിനിറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ടൈം ഗ്യാപ്പ് എന്ത് ചെയ്യാം, ഒരു റിഫ്രഷ്മെന്റ് ടൈമായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. സ്കൂളിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടാവും അല്ലേ, ആ പീരീഡ് ഒരു നിയർ ടു 40 അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും നോർമലി വരാം. 40-45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒക്കെ ആയിരിക്കും മാക്സിമം വരാം. സോ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഗുലർ ഇന്റർവെൽസ് എന്ത് ചെയ്യാറുണ്ട്, തരാറുണ്ട് അല്ലേ. ആ ഒരു ഇന്റർവെൽസ് തരുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പൊമോഡോറോ ടെക്നിക്ക് പോലെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതെന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിലും ഈവൻ ദോ എന്ത് ടാസ്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റാത്തതും നിങ്ങൾക്ക് ഒരു ടാസ്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റാത്തതും. അപ്പം സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനി ഇത് മാത്രമാണോ നമുക്ക് ടെക്നിക്ക് ഉള്ളത്? അല്ല, നമുക്ക് വേറെയും ടെക്നിക്ക് ഉണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നാളെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാൻ എന്ത് ചെയ്യും, പഠിച്ചു തുടങ്ങും. ഇങ്ങനെ പല സ്റ്റുഡൻസും പറയുന്നത് കേൾക്കാറുണ്ട്. സോ ആ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൂടിയാണ് പറയാൻ പോകുന്നത്, എപ്പോഴും നിങ്ങളെ പ്രോക്കാസ്റ്റിനേഷൻ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. അതായത് നാളേക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു തിങ്കിങ്, ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുക. ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒരു ഫ്രോഗ് അല്ലെങ്കിൽ ഒരു തവളയെ തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തവളയെ കഴിച്ചുകൊണ്ടായിരിക്കണം. അപ്പം നിങ്ങളൊരു ടാസ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടാസ്ക് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാണ് ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്നത്. ഇനി ആ രണ്ടാമത്തെ ടെക്നിക്കാണ് 2 minute റൂൾ എന്ന് പറയുന്നത്. 2 minute റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് എ ടാസ്ക് ടേക്സ് ലെസ് ദാൻ 2 minutes ഡു ഇറ്റ് നൗ നോട്ട് ലേറ്റർ. അതായത് 2 മിനിറ്റ് എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 2 മിനിറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള പെൻഡിങ് ടാസ്കുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യും. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അത് ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്സിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക് ഇറ്റ് ഡൗൺ, ഡിവൈഡ് ലാർജ് സ്കെയറി ടാസ്ക് ഇൻ ടു ടൈനിസ്റ്റ് പോസിബിൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈസിയാണ്, നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട് അല്ലേ, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഒക്കെ ഷോർട്ട് കണ്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് പാർട്ടുകളായിട്ട് മാറ്റാം. അതെന്ത് ചെയ്യാം, ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫോർത്ത് വൺ നമ്മൾ നോക്കേണ്ടത് ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ്. അതായത് നമുക്ക് എന്ത് ചെയ്യും, ഒരു അൺപ്ലസന്റ് ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മടി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ആ ഒരു ടെംപ്റ്റേഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മേക്ക് വർക്ക് റിവാർഡിങ്. നമുക്ക് റിവാർഡ് കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു ടാസ്കിൽ നമുക്ക് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു റിവാർഡ്, നമ്മൾ തന്നെ ഒരു മെൻ്റലി ഒരു റിവാർഡ് കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യണം, വരണം. നമുക്ക് ഇന്നത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഇത്ര ടൈം കളിക്കാം. അങ്ങനെയുള്ള ഒരു റിവാർഡിങ് സിസ്റ്റം നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. സോ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇൻറ്റൻഷൻ. അതായത് നമ്മൾ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, നമ്മളത് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്. നമ്മളിപ്പോൾ പഠിക്കുക എന്നുള്ളതാണ് മേജർലി പലർക്കും ഉള്ള ഏറ്റവും വലിയ പണി, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നമ്മൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്താണ്, കുറച്ചുകൂടി പ്രയാസകരമാണ്. നമ്മൾ കേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. സോ ആ ഒരു കേസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഐ വിൽ ഡു എക്സ് ആൻഡ് വൈ അറ്റ് വൈ ടൈം ഇൻ സെഡ് പ്ലേസ്. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് പറയണം. അതായത് നമ്മുടെ
ഇംപ്ലിമെൻറ്റേഷൻ, നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, ഏത് ടൈമിലാണ് പഠിക്കുന്നത്, അതുപോലെ തന്നെ എത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ എന്താണ് കിട്ടുന്നത്, ഇതെന്ത് ചെയ്യണം, പ്രോപ്പർലി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ആദ്യം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ടൈം പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല രീതിയിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടാനുണ്ട്. സോ അഡ്വാൻറ്റേജസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പറായുള്ള ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പോകണം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഷെഡ്യൂളിലാണ് നമ്മൾ XY എന്ത് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഷെഡ്യൂൾസ് ഉണ്ട്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അവർക്ക് ഈ ഒരു പറഞ്ഞ രീതിയിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ടൈം മാനേജ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യാണ്ട് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ അവർക്ക് ഗ്യാപ്പുകൾ എടുക്കാൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യാൻ ഒക്കെ നമുക്ക് എന്താണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ എന്താണ് XY ലേണിംഗ് നടത്തുന്ന ഫൗണ്ടേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് കണ്ടൻസ്, അതായത് ഒരു വലിയ ചാപ്റ്റർ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് കൊടുക്കുന്നതിന് പകരം കുറച്ച് ചെറിയ പാർട്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ നമ്മൾ മേജർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് എക്സ്പേർട്സ് ലീഡ് ചെയ്യുന്ന ക്ലാസ്സസും, അതുപോലെ തന്നെ ഫിസിക്സിലാവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, മാത്സ് ആവട്ടെ, എല്ലാം എക്സ്പേർട്സ് ലീഡ് ചെയ്യുന്നതാണ്. IIT പഠിച്ചിട്ടുള്ള, NIT പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കേരള പ്രീമിയർ, അതായത് കേരളത്തിൽ തന്നെ 1-to-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, അതായത് ഓരോ സ്റ്റുഡൻറ്റും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ, നിങ്ങളെ മെൻ്റൽ സപ്പോർട്ട് പ്രോപ്പറായിട്ട് നോക്കാൻ, നിങ്ങളെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ച് തന്നെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കായിട്ടൊരു മെൻറ്റർ കൂടി ഉണ്ടാവും. ആ മെൻറ്റർ നിങ്ങളെ എല്ലാ സ്റ്റഡി പാറ്റേൺസും, നിങ്ങൾക്ക് എവിടേക്കാണ് വീക്ക് പോയിന്റ്സ് ഉള്ളത്, അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ മെൻറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. ലൈവിലാവട്ടെ, നിങ്ങൾക്ക് റെക്കോർഡ് സെഷനിലാവട്ടെ, നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രഹെൻസീവ് ഡൗട്ട് ക്ലിയർ സെഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഏതൊക്കെ വീക്ക് ചാപ്റ്റേഴ്സ് ഉണ്ടോ, ഏതൊക്കെ സ്ട്രോങ് ചാപ്റ്റേഴ്സ് ഉണ്ടോ, എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് വൈസ് എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് എക്സാംസ് അല്ലെങ്കിൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസിനൊക്കെ നിങ്ങൾക്ക് കോച്ചിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഒളിമ്പ്യാഡ്സ് ആവട്ടെ, ന്യൂമാത്സ് ആവട്ടെ, NMMS ആവട്ടെ, സെയിം കിഡ്സ് UP ആവട്ടെ, അതുപോലെ തന്നെ NSTSC ആവട്ടെ, അതുപോലെ തന്നെ UIMO, അങ്ങനെയുള്ള ഒരുപാടധികം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാടധികം എക്സാമിനേഷൻസിനുള്ള കോച്ചിങ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. അതും നമ്മൾ പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ കൂടിയും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ഷെയർ ചെയ്യാന്നുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഫെറ്റ്, ജിയോജിബ്ര പോലെയുള്ള സിമുലേഷൻസ് യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ത്രൂ നമുക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളായിരിക്കും മേ ബി ടോപ്പർ. അപ്പം നിങ്ങളെ പോലെയുള്ള ഒരുപാട് ടോപ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗ്ലോബൽ പിയർ നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാം MCQ ടൈപ്പാണ് കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാം MCQ ടൈപ്പാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് 6 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് കൂടി ഈ വർഷം മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതിന് പുറമേ ആയിട്ട് പല സ്റ്റുഡൻസിനും ഏറ്റവും മേജറായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മാത്സ് ആണ്. ബേസിക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് മാത്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. സോ അത് ഏകദേശം നമ്മൾ പുറത്തുള്ള സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ഏകദേശം 3000-ഓളം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. സോ ആ ഒരു
ആ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി നമ്മുടെ ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചറിയാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പർ എന്ത് ചെയ്യാം, നോട്ട് ഡൗൺ ചെയ്യുക. അപ്പം അതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജൂൺ 30 നമ്മൾ ഏകദേശം നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീക്ക് മാത്രമാണ് നമ്മൾ മുന്നിലുള്ളത്. സോ നിങ്ങൾ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വിസസ്, അതായത് ഡെയിലി നിങ്ങൾക്ക് ഒരു ക്വിസസ് കിട്ടുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ടും താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ടാസ്കും നിങ്ങൾക്ക് സ്പെസിഫിക്കലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ പിയർ ഗ്രൂപ്പിന് കൂടി ഈ ഒരു വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് കണ്ടന്റ്സ് ചാനൽ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.